ഹലോ ഗൈസ്, സോൾമേറ്റ് ലവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് ചെറിയൊരു പ്രത്യേകതയുണ്ട്. അതായത് രമണ, ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. സോ അമ്മൂനെ കൂട്ടി രാവിലെ തന്നെ വീട്ടിന് തൊട്ടടുത്തുള്ള കണ്ണോത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് പോയി. ഈ അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധന്വന്തരി മൂർത്തിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അതായത് അസുരന്മാരും ദേവന്മാരും കൂടി പാലാഴി കടയുന്ന സമയത്ത് അമൃതുമായി വന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരമായാണ് ഇതിനെ കണക്കാക്കുന്നത്. രോഗങ്ങളൊക്കെ പെട്ടെന്ന് മാറാനും ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഒരു മൂർത്തിയാണിത്. നമ്മൾ അങ്ങനെ ഒരു പാൽപായസവും ഒരു വഴിപാടും കഴിപ്പിച്ച് നേരെ വീട്ടിലേക്ക്. വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നമ്മ ഇപ്പോൾ പോകുന്നത് മധുർ അമ്പലത്തിലേക്കാണ്. രാവിലെ കണ്ണത്തമ്പലത്തിൽ പോയിട്ട് വന്നു. അങ്ങനെ മധുരേക്ക് പോകാൻ വേണ്ടി ഒക്കെയാണ്. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ മധുർ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നു. അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം അവസാനത്തെ ഘട്ടത്തിലാണ്. ഏകദേശം അടുത്ത വർഷത്തോടു കൂടി ഈ പണികൾ പൂർത്തിയാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊരു ശിവക്ഷേത്രമാണെങ്കിലും ഗണപതിയുടെ പേരിലാണ് ഈ അമ്പലം അറിയപ്പെടുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ഉദയാസ്തമന പൂജയാണ്. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട കൂവളത്തിന്റെ ഇലയും ഗണപതി ഭഗവാന് കറുകപ്പുല്ലുമാണ് നമ്മളിവിടെ സമർപ്പിച്ചത്. സാധാരണ നല്ല തിരക്കാണ് മധുർ അമ്പലത്തിൽ അനുഭവപ്പെടാറ്. പക്ഷെ ഇന്ന് അത്ര തിരക്കൊന്നുമില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് മൂടപ്പ സേവയാണ്. അപ്പങ്ങൾ കൊണ്ട് ഗണപതിയെ മൂടുന്ന ഒരു ചടങ്ങാണിത്. ടിപ്പു സുൽത്താന്റെ പടയോട്ട സമയത്ത് വാളുകൊണ്ട് വെട്ടിയ ഒരു അടയാളം നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ രണ്ടുപേരും അങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇരുന്നു. കിച്ചു ഇന്ന് കോളേജിൽ പോയില്ല, അതുകൊണ്ട് കിച്ചു ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഈ എടുക്കുന്ന വീഡിയോ ഒക്കെ യൂട്യൂബിലിടണമെന്ന് പ്രത്യേകം പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇവനാണ് നമ്മുടെ ഒഫീഷ്യൽ ക്യാമറമാൻ. എന്തോ ഞാൻ പറഞ്ഞ് കളിയാക്കിയപ്പോൾ അമ്മുക്കുട്ടിക്ക് ദേഷ്യം വന്നു. ഗൈസ്, ഉദയാസ്തമന പൂജയുടെ പ്രസാദമാണ് ഈ അപ്പം. കനത്ത മഴ പെയ്താൽ ഈ പുഴ നിറഞ്ഞൊഴുകി അമ്പലത്തിന്റെ അകത്തും പരിസര പ്രദേശങ്ങളിലൊക്കെ വെള്ളം കൊണ്ട് നിറയാറുണ്ട്. പുറത്തുനിന്നും ഒരു ലോട്ടറിയും എടുത്ത് നേരെ വീട്ടിലേക്ക്. രാവിലെ ആയതുകൊണ്ട് അധികം ട്രാഫിക് ഒന്നും കാസർഗോഡ് ടൗണിലില്ല. റോഡിന്റെ പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് വീട്ടിലേക്ക്. അങ്ങനെ വരുമ്പോൾ തന്നെ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടാണ് അമ്മുക്കുട്ടി വന്നത്. സ്മാർട്ട് ബസാറിലെത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയതിനു ശേഷം നേരെ വീണ്ടും വീട്ടിലേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഓണവും വിഷുവൊന്നും കിട്ടാത്തത് കൊണ്ട് ആനിവേഴ്സറിയുടെ അന്ന് നല്ലൊരു സദ്യയാണ് എനിക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കിയത്. എന്തെല്ലോ വിഭവങ്ങളാക്കിയിട്ടുണ്ട്. ചോറ്, പുളിശ്ശേരി, കോയക്കവറവ്, ക്യാബേജ് വറവ്, മീൻ പൊരിച്ചത്, പുളിയിഞ്ചി, പപ്പടം, കച്ചമ്പർ, അച്ചാറ്, എന്തെല്ലോ ഉണ്ട്. വയറ് നിറഞ്ഞു വിട്ടേണ്ടത്. അവസാനം കുത്തിക്കയറ്റാൻ വേണ്ടി ഒരു പഴം ഇവിടെ വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചപ്പാട് തന്നെ കിച്ചുവിൻ്റെ പണിയെല്ലാം തുടങ്ങി. നല്ല ഇവിടെ ഡെക്കറേറ്റ് എല്ലാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കുഞ്ഞു സെലിബ്രേഷനാണ് നമ്മളിവിടെ നടത്തിയത്. റെഡ് വെൽവെറ്റിന്റെ ഒരു അടിപൊളി കേക്കായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രേസ്ലെറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ അത് ഇവള് കണ്ടുപിടിച്ചു. സോ ഞാൻ പറഞ്ഞു, ഇത് കെട്ടിത്തരുമ്പോൾ നീ ഇങ്ങനെ വാവ് സൂപ്പർ ഫാന്റാസ്റ്റിക് എന്നൊക്കെ പറയണം. പക്ഷെ കാണുന്നവർ വിചാരിച്ചോട്ടെ നീ ഞാൻ ഭയങ്കര സർപ്രൈസ് ഒക്കെ തന്നത്. എവിടെ നിന്ന് ഇവള്, നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് വീണ്ടും വീണ്ടും നീ തെളിയിച്ചിരിക്കുകയാണ് രമണ. കുറച്ച് ഗിഫ്റ്റൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. അവസാനമായാണ് ഞാനും അമ്മക്കുട്ടിയും കഴിച്ചത്. ഫുൾ ടയർഡായി.